ഹലോ ഗൈസ്, സുഖല്ലേ? ബട്ടർഫ്ലൈ 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 ഫുഡ് 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 ഫുഡ്. വലുതുണ്ടെങ്കിൽ വായി കുത്തിക്കേറ്റി കൊടുക്കണ അതിന്. ചാകട്ടെ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് മിഥുൻ അണ്ണൻ. ഇവനെ തന്നെ വിളിക്കുന്നത് മിഥുൻ അണ്ണൻ എന്നാണ്. ബ്രോ, ഇവൻ വെറും മിഥുനണ്ണനല്ല. ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ട മിഥുനണ്ണൻ ചലഞ്ചിങ് സ്റ്റാർ. അത് തന്നെ. ഈ പൊട്ടൻ ഈ മിഥുനണ്ണൻ ആൾക്കാരിലേക്ക് അറിയപ്പെടുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ട വിജയ് ഫാനായിട്ടാണ്. ഏത് വിജയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തളപതി വിജയ്. നെഞ്ചിൽ കുടിയിരിക്കും. കുടിയെല്ലാം ഇപ്പൊ ഇറങ്ങി ഓടും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ കോപ്പ വന്നു, യൂറോ വന്നു, നമ്മളെ മെസ്സി, ക്രിസ്ത്യാനോ, നെയ്മർ, സുൽത്താൻ ഇവരൊക്കെ കളി കാണുമ്പോ ഞാൻ ഒരു കാര്യമാണ് മനസ്സിൽ ചിന്തിച്ചത്. എന്റെ വിജയം കണ്ട, ഇതാണ് ഇവന്റെ കുഴപ്പം. ഈ പൊട്ടൻ സംസാരിച്ചോണ്ടിരുന്നത് ഫുട്ബോളിനെ പറ്റി. അതാരെ പറ്റി? ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, നെയ്മർ, സുൽത്താൻ. അതിന്റെ ഇടയ്ക്കും വേണം അവന്റെ വിജയണ്ണന്റെ ക്യാമിയോ റോള്. ഇതാണ് ഗൈസ് ഇവന്റെ കുഴപ്പം. വിജയണ്ണനെ വിട്ട് വേറെ കളിയില്ല. അടുത്ത വീഡിയോ. നൻപൻ നൻബീസ്. ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ട മിഥുനണ്ണൻ ചലഞ്ചിങ് സ്റ്റാർ. അല്ലു അർജുനും രശ്മിക മന്ദാനയും എന്റെ ഈ വീഡിയോയ്ക്ക് വന്ന് കമന്റ് ഇടുകയാണെങ്കിൽ പുഷ്പ 3-യിൽ അവരുടെ മകനായിട്ട് ഞാൻ അഭിനയിക്കുന്നതായിരിക്കും. ദൈവമേ, രശ്മിക മന്ദന പാട്ടൂല് ചത്താ മതിയായിരുന്നു. ഈ ദുരന്തത്തിനെ കാണണ്ടല്ലോ. ഞാൻ ചെയ്ത തെറ്റിനെന്തിനാണ് നീ അമ്പിയെ കൊല്ലാക്കൊല ചെയ്യുന്നത്? ഇത് അന്യേ. എന്താ സാർ പൂക്കിനൊക്കെ രക്തം? സാറിന് ആരെങ്ങനെ തല്ലിയത്? എന്നെ ഒന്ന് ചെയ്യരുത് സാർ. ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഷൂട്ട് ചെയ്യരുത് സാർ. എന്നെ ഷൂട്ട് ചെയ്. അത് 5 കൊലയും ചെയ്തത് ഞാൻ. ഗുരുവായൂരപ്പനാണ് സത്യം. എന്നെ പുറത്തു വിടണം. ധൈര്യമുണ്ടെങ്കിൽ നീ അമ്പിയെ പുറത്തു വിട്. ആരടാ അംബിക? തുറന്നു വിടറാ. പോട്ടെ, സന്തോഷായിട്ട് ജീവിച്ചോട്ടെ. ഇതൊക്കെ കാണണം. സൂര്യ TV ഇവന് കോൺട്രാക്ട് എല്ലാം കൊടുത്തോ? മറ്റേ സൂര്യ TV ചെയ്യുന്നില്ലേ? എന്നത് നാട്ടിൽ കിട്ടും അതേ സാധനം. വാള് പോയി കത്തി വന്നു ഡും 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 ഡും. പോലീസ് പോയി IT വന്നു ഡും ഡും ഡും. നൻപീസ്, എനിക്ക് വിഷമപ്പെട്ട കാര്യമാണ്. എന്താണ്, എന്റെ മാമന്റെ ഫ്രണ്ട് നിന്നെ വിളിച്ചിട്ടുണ്ടേനി. ഫോൺ എടുത്ത് പിന്നോട് പറഞ്ഞ് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അവിടെ ഷൂട്ടിംഗ് ഉണ്ട്, ഷെയ്നികാണ് നായകൻ എന്ന് പറഞ്ഞ് പിന്നോട് പറഞ്ഞ് ഈ ഒന്ന് പോയി വെക്കുന്നു. അപ്പൊ ഞാൻ സന്തോഷത്തിന് ഷൂട്ടിംഗ് ഒക്കെ കേട്ടപ്പോ ഞാൻ പോയി അവിടെ എത്തി. എന്നിട്ട് അവിടെ നിന്ന് കുറച്ചു നേരം നിന്നപ്പോ 2-3 ഏട്ടന്മാരെ കണ്ട്. അപ്പൊ അതിലൊരു ക്യാമറമാൻ ഉണ്ടേനി. പുള്ളി എന്നെ വേഗം സംസാരിച്ച് നീ അല്ല വിജയണ്ണം ഫാനെന്നൊക്കെ പറഞ്ഞ് നിന്റെ വീഡിയോ ഒക്കെ കണ്ട് എനിക്ക് അത്രയും സന്തോഷം. എന്നെ കൊണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുപ്പിച്ച് ഞാൻ പുള്ളിനോട് ചോദിച്ചു ഈ സിനിമ എനിക്കൊരു ചാൻസ് വേണം. അപ്പൊ ചേട്ടാ എനിക്ക് ഈ സിനിമയിൽ ഒരു ചാൻസ് ചോദിച്ച് പുള്ളി ഈ സിനിമയിൽ ഫുള്ളാണ് പറഞ്ഞിട്ട് പിന്നെ ഒറ്റ ഉണ്ട് അത്ര ആൾക്കാരെ മുന്നിൽ വെച്ച് ഞാൻ നാണം കെടുത്തിയവൾ. നീ എന്തിനാണ് ചാൻസ് ചോദിക്കാൻ പോയത്? അത് നീ മിഥുനണ്ണ ചാലഞ്ചിങ് സ്റ്റാർ മിഥുനണ്ണ നൻപൻ നൻബീസ്. ഓക്കെ, നീ ചാൻസ് ചോദിക്കാൻ പോയി. അപ്പോ നിന്നെ ഇൻസൾട്ട് ചെയ്തു, നിന്നെ തള്ളിയിട്ട്, നിന്നെ തള്ളി മാറ്റിയോ എന്തോ പറയുന്നു. ഓക്കെ, അതിനുള്ള റീസണ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കാണിക്കുന്ന ഈ മാതിരി കോപ്രായത്തിന് സിനിമയിൽ ചാൻസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണെങ്കിൽ തള്ളിയിട്ടതേ ഉള്ളൂ. ഞാനായിരുന്നെങ്കിൽ അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബൈ.